കാലമൊക്കെ അങ്ങ് പോട്ടെ, ആ കാലമൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ ലൈഫിനെ ട്യൂൺ ചെയ്തെടുക്കുകയാണ്. ഏത് കരിയർ വേണം, എങ്ങനെ ഞാൻ ജീവിക്കണം, എവിടെ ഞാൻ ജീവിക്കണം, എവിടെ ഞാൻ വർക്ക് ചെയ്യണം എന്നതെല്ലാം നമുക്ക് തന്നെ ട്യൂൺ ചെയ്തെടുക്കുക. ഭാഗ്യമോ നിർഭാഗ്യമോ അല്ല, നമ്മൾ ട്യൂൺ ചെയ്തെടുക്കുന്ന ജീവിതം തന്നെയാണ് നമ്മൾ ആസ്വദിക്കേണ്ടത്. പലപ്പോഴും 8, 9, 10, 11, 12 ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്കും അവരുടെ പാരൻസിനും ഒക്കെ ഉള്ള വലിയൊരു ചിന്തയാണ് ഏത് കോഴ്സ് സെലക്ട് ചെയ്യുമെന്നത്. +2 കഴിഞ്ഞ് ഏത് മേഖലയിലേക്ക് ഞാൻ പോകണം, അല്ലെങ്കിൽ എൻ്റെ കുട്ടിയെ ഏത് മേഖലയിലേക്ക് അയക്കണം എന്ന് അറിയാതെ നട്ടം തിരിയുന്ന ഒരുപാട് പാരൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. ആ കൺഫ്യൂഷനിൽ പെട്ട് കൂടുതൽ പഠിക്കുന്ന കുട്ടികൾക്കായിരിക്കും കൂടുതൽ കൺഫ്യൂഷൻ വരിക. എല്ലാതും എനിക്ക് സ്യൂട്ടബിളാണ്, ഡോക്ടർ, എഞ്ചിനീയർ, ലോയർ, ദെൻ ജേർണലിസ്റ്റ്, ഏത് പ്രൊഫഷനും എനിക്ക് സ്യൂട്ടബിളാണ്. ഈ ഒരു ചിന്ത വല്ലാതെ നിങ്ങളെയൊക്കെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ സഹായിക്കുക എന്നുള്ളത് തന്നെയാണ് തീർച്ചയായിട്ടും കോഹോം കരിയറിൻ്റെ പ്രധാന ലക്ഷ്യം. ഞാൻ മറിയം സുബി, കോഹോം കോച്ചിങ് ആൻഡ് ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള കോഹോം കരിയറിൻ്റെ ആദ്യത്തെ എപ്പിസോഡിലൂടെയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഇന്ന് നമ്മളുടെ വീഡിയോ +2 കഴിഞ്ഞ് എൻജിനീയറിംഗ് സെലക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികളും അവരുടെ പാരൻസും അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളാണ് ഈ വീഡിയോയിലുള്ളത്. ഈ +2 കഴിഞ്ഞ് എൻജിനീയറിങ്ങിന് വേണ്ട സ്കിൽസ് എന്തൊക്കെയാണ്, അതിന് വേണ്ടിയിട്ടുള്ള എൻട്രൻസ് എക്സാമിനേഷൻ ഏതൊക്കെയാണ്, ദെൻ ഇന്ത്യയിലെ വിദേശത്തുള്ള ദെൻ കേരളത്തിലുള്ള പ്രധാനപ്പെട്ട കോളേജുകൾ ഏതൊക്കെയാണ് തുടങ്ങിയിട്ടുള്ള ഇൻഫർമേഷനുകളാണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അക്കാഡമിക്കലായിട്ടുള്ള എഡ്യൂക്കേഷനോടൊപ്പം തന്നെ ഒരു കുട്ടി, ഒരു എൻജിനീയറിംഗ് സ്റ്റുഡൻറ്റ് വളർത്തിക്കൊണ്ടുവരേണ്ട കുറച്ച് സ്കില്ലുകളുണ്ട്. അതായത് തൻ്റെ എൻജിനീയറിംഗ് ലൈഫിനെ, ആ ഒരു പ്രൊഫഷനെ, തൻ്റെ കരിയറിനെ ഒരു ബേസിക് ലെവലിൽ നിന്ന് അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ടോപ്പിലെത്തിക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള അത്യാവശ്യം സ്കില്ലുകൾ. ഇത്തരത്തിലുള്ള സ്കില്ലുകൾ നിങ്ങൾക്കുണ്ടോ? ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു കുട്ടി, ഒരു എൻജിനീയറിംഗ് സ്റ്റുഡൻറ്റ് ഇതൊക്കെ വളർത്തിക്കൊണ്ടുവന്നേ പറ്റൂ അവൻ്റെ പ്രൊഫഷണലായിട്ടുള്ള ഗ്രോത്തിന് വേണ്ടിയിട്ട്. അതിൽ നമ്പർ 1 അനലിറ്റിക്കൽ സ്കിൽസ്, ദെൻ 2 ടെക്നിക്കൽ സ്കിൽസ്, ദെൻ പ്രോബ്ലം സോൾവിങ് സ്കിൽസ്, ദെൻ ക്രിയേറ്റിവിറ്റി, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ടീം വർക്ക്, അറ്റൻഷൻ ടു ഡീറ്റെയിൽ, ദെൻ ടൈം മാനേജ്മെൻറ്റ്, ലീഡർഷിപ്പ് സ്കിൽസ് ആൻഡ് അഡാപ്റ്റബിലിറ്റി. ഇവിടെ അത്യാവശ്യം വേണ്ട ആദ്യത്തെ ഒരു 10 സ്കിൽസാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഒരു എൻജിനീയറിംഗ് ഫീൽഡ് കഴിഞ്ഞിട്ട് ഏതൊക്കെ മേഖലയിലേക്ക് പോകാം? ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന കുറച്ച് ജോബ് ഡൊമൈൻസും കൂടെ നമുക്ക് പരിചയപ്പെടാം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, അതായത് AI ആൻഡ് ML. ദെൻ സൈബർ സെക്യൂരിറ്റി, ഡാറ്റ സയൻറ്റിസ്റ്റ്, എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയർ, കെമിക്കൽ എഞ്ചിനീയർ, റിന്യൂവബിൾ എനർജി എഞ്ചിനീയർ, കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയർ, സ്മാർട്ട് ഹോം ഓട്ടോമേഷൻ എഞ്ചിനീയർ, റോബോട്ടിക്സ് എഞ്ചിനീയർ. ട്രെൻഡിങ് ജോബ്സിൽ ഒരു 10 മാത്രമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇതിനർത്ഥം UG ലെവലിൽ അല്ലെങ്കിൽ BTechന് നിങ്ങൾ ഈ സബ്ജക്റ്റുകളെല്ലാം തിരഞ്ഞെടുക്കണം എന്നല്ല, ഈ സ്ട്രീമുകൾ തിരഞ്ഞെടുക്കണം എന്നല്ല. എപ്പോഴും BTech ലെവലിൽ മെയിൻ സ്ട്രീമുകളിൽപ്പെട്ട 6 വരുന്ന ഇതിലേതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കുകയാണ് എൻജിനീയറിംഗ് പ്രൊഫഷനിൽ ഒരു വലിയ ഗ്രോത്ത് പ്രതീക്ഷിക്കുന്ന, ആഗ്രഹിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിന് എപ്പോഴും നന്നായിരിക്കുന്നത്. അതായത് കമ്പ്യൂട്ടർ സയൻസ്, സിവിൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, കെമിക്കൽ എഞ്ചിനീയറിംഗ് തുടങ്ങിയതിൽ ഏതെങ്കിലും ഒരെണ്ണം BTech ലെവലിൽ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അതിൻ്റെ PG നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്പോഴത്തെ മാർക്കറ്റ് ലെവൽ അനുസരിച്ചിട്ടോ നിങ്ങളുടെ ഇഷ്ടങ്ങൾ അനുസരിച്ചിട്ട് നിങ്ങളുടെ പാഷൻ അനുസരിച്ചിട്ട് ഏതാണോ നിങ്ങൾക്ക് ആവശ്യം അതിൽ 1, 2, 3 അതല്ലെങ്കിൽ ഒരു കോമ്പിനേഷൻ കരിയറായിട്ട് നിങ്ങൾക്ക് വളർത്തിക്കൊണ്ടുവരാം. ഇത് തീർച്ചയായിട്ടും ഒരു ഹയർ ലെവലിൽ തൻ്റെ കരിയറിനെ കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് മാത്രമാണ് കേട്ടോ. ഇങ്ങനെ ഒരു കോമ്പിനേഷൻ ദീർഘകാലം പഠിക്കാനും ജോലിയോടൊപ്പം പഠനം ആഗ്രഹിക്കുകയും ചെയ്യുന്നവർക്കാണ് കൂടുതൽ ഗ്രോത്ത് സാധിക്കുന്നത്. അത്തരത്തിൽ തൻ്റെ കരിയറിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു സ്റ്റുഡൻറ്റിന് ഇത്തരത്തിലുള്ള ഒരു ചോയ്സ് ആയിരിക്കും എപ്പോഴും നന്നാവുക. നമുക്കറിയാം ഇന്ത്യയിലെ കോഴ്സുകളുടെ സെലക്ഷൻ വരുന്നത് തീർച്ചയായിട്ടും എൻട്രൻസ് എക്സാമിനേഷനുകൾ വഴി തന്നെയാണ്. അത്തരത്തിൽ
കോമൺ ആയിട്ട് എഞ്ചിനീയറിങ്ങിന് വേണ്ടിയിട്ട് വർഷാവർഷങ്ങളായിട്ട് നടത്തിക്കൊണ്ടുവരുന്ന കുറച്ച് എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷനുകളെ കുറിച്ച് പറയാം. നമ്പർ 1 JEE എക്സാമിനേഷൻ തന്നെയാണ്. ജി മെയിൻ ആൻഡ് JEE അഡ്വാൻസ്ഡ് 2 എക്സാമുകളാണ് വരുന്നത്. അതിൽ ജി മെയിൻ ഓരോ വർഷവും 2 സെഷൻസ് ആയിട്ടാണ് നടത്തിക്കൊണ്ടുവരുന്നത്. ഇന്ത്യയിലെ ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള IITകൾ, IIITകൾ, NITകൾ, അതേപോലെ ഗവൺമെൻറ് ഫണ്ടഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, ഇതിലേക്കൊക്കെ ഇങ്ങനെ വരുന്ന ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്ക് ഈ റിസൾട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സെലക്ഷൻ നടക്കുന്നതാണ്. ദെൻ അടുത്തത് 2ാം സ്ഥാനത്ത് എപ്പോഴും വരുന്നത് ബിറ്റ്സ് എഡ്യൂക്കേഷൻ, അതായത് ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ ബിറ്റ്സാറ്റ് എക്സാമിനേഷനാണ്. ബിറ്റ്സിൻ്റെ 3 ക്യാമ്പസുകളിലേക്കാണ് ഇതുവഴി സെലക്ഷൻ നടക്കുന്നത്. ദെൻ 3 VIT ആണ് വരുന്നത്. VIT വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നടത്തുന്ന VIT എൻട്രൻസ് എക്സാമിനേഷനാണ് വരുന്നതും. കേരളത്തിൽ പല സ്ഥലങ്ങളിലും ഈ എൻട്രൻസ് എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യാറുണ്ട്. മണിപ്പാൽ എൻട്രൻസ് ടെസ്റ്റ് വരുന്നുണ്ട്. ദെൻ SRM നടത്തിക്കൊണ്ടുവരുന്ന SRM JEE എന്നറിയപ്പെടുന്ന എൻട്രൻസ് എക്സാമിനേഷൻ വഴി SRMലേക്ക് സ്റ്റുഡൻസിനെ സെലക്ട് ചെയ്യുന്നു. ദെൻ നമ്മുടെ കേരളത്തിൽ എൻട്രൻസ് എക്സാമിനേഷൻ കീം എൻട്രൻസ് എക്സാമിനേഷൻ വഴിയാണ് എഞ്ചിനീയറിങ്ങിന് സ്റ്റുഡൻസിനെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എഞ്ചിനീയറിംഗ് ഫീൽഡിൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ പരിചയപ്പെട്ടാലോ? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി മൾട്ടിപ്പിൾ ലൊക്കേഷനുകളായിട്ട് 23 IITകളാണ് ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്നത്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി NITs, അതും ഡിഫറെൻ്റ് പല സ്ഥലങ്ങളിലായിട്ട് 31 NITകൾ ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. ദെൻ IIITs മൾട്ടിപ്പിൾ ലൊക്കേഷൻസിൽ വരുന്നുണ്ട്. ഒരെണ്ണമാണ് നമുക്ക് കേരളത്തിൽ IIT ആണെങ്കിലും NIT ആണെങ്കിലും IIIT ആണെങ്കിലും ഒരെണ്ണം മാത്രമാണ് കേരളത്തിൽ വരുന്നത്. ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആൻഡ് സയൻസ് ബിറ്റ്സ് ഇന്ത്യയിൽ 3 ക്യാമ്പസുകളുണ്ട്. ഇന്ത്യക്കകത്ത് 3 ക്യാമ്പസുകളുണ്ട്. ദുബായിൽ ഒരു ക്യാമ്പസ് ഉണ്ട്, ബിറ്റ്സ് പിലാനിയുടെ ഒരു ക്യാമ്പസ്. ബട്ട് അതിലേക്ക് സെലക്ഷൻ നടക്കുന്നത് ഡയറക്റ്റ് അഡ്മിഷനാണ് നടക്കുന്നത്. എങ്കിലും പലപ്പോഴും ഈ ബിറ്റ്സിൻ്റെ എൻട്രൻസ് മാർക്കുകളും അവർ പരിഗണിക്കാറുണ്ട്. അതുവഴി കുട്ടികൾക്ക് സ്കോളർഷിപ്പും കൊടുക്കാറുണ്ട്. ദെൻ VIT വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി 4 ലൊക്കേഷനുകളിലായിട്ട് 4 ക്യാമ്പസുകളാണ് ഇവർക്കുള്ളത്. ഡൽഹി ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് DTU, SRM യൂണിവേഴ്സിറ്റി മൾട്ടിപ്പിൾ ലൊക്കേഷൻസിലായിട്ട് നടന്നു വരുന്ന ഒരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ദെൻ അമൃത വിശ്വവിദ്യാപീഠം, ഇതും മൾട്ടിപ്പിൾ ലൊക്കേഷൻസിലായിട്ട് നടന്നു വരുന്ന ഒരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയാണ്. ജാദവ്പൂർ യൂണിവേഴ്സിറ്റി വെസ്റ്റ് ബംഗാൾ ആൻഡ് താപ്പർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. ഇത് വെറും 10 എണ്ണം മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇതിലപ്പുറം എത്രയോ എഞ്ചിനീയറിംഗ് കോളേജസ് ഇന്ത്യയിൽ ഇനിയും നമുക്ക് പഠനത്തിനായിട്ട് അവൈലബിൾ ആണ്. അടുത്തതായിട്ട് കേരളത്തിലെ പ്രധാനപ്പെട്ട 10 ഇൻസ്റ്റിറ്റ്യൂട്ട്സുകളെ പരിചയപ്പെടാം. നമ്പർ 1 CET ട്രിവാൻഡ്രം, GEC തൃശ്ശൂർ, TKM കൊല്ലം, GEC കോഴിക്കോട്, മാർ ബസേലിയസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ഓട്ടോണമസ് കോളേജാണ്. ദെൻ രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി എറണാകുളം, മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് എറണാകുളം, സെയിൻറ്റ് ഗേറ്റ്സ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കോട്ടയം, അമൽ ജ്യോതി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കോട്ടയം, ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് ഇടുക്കി. ഇതൊക്കെയാണ് ആദ്യത്തെ ഒരു 10 എണ്ണം. വീണ്ടും നമുക്ക് ഗവൺമെൻറ് ആൻഡ് സെൽഫ് ഫൈനാൻസിങ് മേഖലയിൽ വരുന്ന ഒരുപാട് കോളേജുകൾ നമുക്ക് അവൈലബിൾ ആണ്. വിദേശ വിദ്യാഭ്യാസം എന്നുള്ളത് എല്ലാവരുടെയും വലിയൊരു സ്വപ്നമാണ്. പ്രത്യേകിച്ച് ഹയർ എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ ഒരു BTechോ MTechോ അല്ലെങ്കിൽ റിസർച്ചോ വിത്ത് ഫെലോഷിപ്പോടൊക്കെ കൂടിയിട്ട് പുറത്തുപോയി ചെയ്താൽ എങ്ങനെയുണ്ടായിരിക്കും? അതിന് വേണ്ടിയിട്ട് ഇത്തരമൊരു യാത്രയ്ക്ക് ഒരുങ്ങുമ്പോൾ പലപ്പോഴും നമ്മൾ പെട്ടുപോവാറുണ്ട്. അത്തരം യാത്രകൾ ഉദ്ദേശിക്കുന്നതിന് മുമ്പിൽ, പഠനയാത്രകൾ ഉദ്ദേശിക്കുന്നതിൻ്റെ മുൻപ് ഓരോ യൂണിവേഴ്സിറ്റിയെയും നിങ്ങൾ കൂടുതലായിട്ട് വളരെ വ്യക്തമായിട്ടും അറിയേണ്ടതുണ്ട്. ഇത്തരത്തിൽ ഒരറിവ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പങ്കുവെക്കുന്നില്ലെങ്കിലും തുടർന്നുള്ള വീഡിയോ നിങ്ങൾക്ക് വാച്ച് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. ഇന്ന് നമ്മൾ നോക്കുന്നത് വിദേശത്ത് 2025 QS വേൾഡ് റാങ്ക് അനുസരിച്ചിട്ട് ടോപ്പ് 10 ആയിട്ട് നിൽക്കുന്ന 10 യൂണിവേഴ്സിറ്റികളെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. നമ്പർ 1
MIT, Massachusetts Institute of Technology. Number 2, University of Oxford. Number 3, Stanford University. Number 4, Cambridge University. Number 5, ETH Zurich. Number 6, University of California. Number 7, Tsinghua University, China. Number 8, Imperial College of London. Number 9, Harvard University. Number 10, EPFL. ഇത്രയൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ വളരെയധികം ഉപകാരപ്പെട്ടിരിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. താങ്ക് യു.